ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. ഞാനിത് ഈ പ്ലെയിൻ ചിക്കൻ കറി കുർത്തിയാണ് എടുത്തേക്കുന്നത്. ഇന്ത്യൻ ടെക്സ്റ്റൈൽസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വർക്കാണ് ചിക്കൻ കറി വർക്ക്. നമ്മൾ ജസ്റ്റ് മുടി ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. കുളിച്ചതുകൊണ്ട് ഹെയർ ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഈ വൈറ്റമിൻ സി സിറം ഇടുകയാണ്. ഞാൻ ഇടുന്നത് സെസ്നർമേരെ സി വെറ്റ് എന്ന് പറയുന്ന വൈറ്റമിൻ സി സിറമാണ്. ഇത് ഡെർമറ്റോളജിക്കലി പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സിറമാണ് കേട്ടോ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വൈറ്റമിൻ സി സിറം ഇടുവാണെങ്കിൽ യു ഹാവ് ടു ഡെഫിനറ്റ്ലി വെയർ എ സൺസ്ക്രീൻ ഇഫ് യു ആർ വെയറിങ് ഇറ്റ് ഡ്യൂറിങ് ദ ഡേ ടൈം. അപ്പോൾ അടുത്തത് ഞാൻ ഇടുന്നത് ഒരു ലിപ് ബാമാണ്. ഇത് നിവ്യയുടെ ചെറി ഷൈൻ എന്ന് പറയുന്ന ലിപ് ബാമാണ്. എൻ്റെ ഫേവറേറ്റ് ആണ്. ഐ ഹാവ് ഡൺ എ ഡീറ്റെയിൽ റിവ്യൂ ഓഫ് ദിസ് ഇൻ മൈ ചാനൽ. അടുത്തത് സൺസ്ക്രീൻ. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഫോക്സ്ടെയിലിൻ്റെ ഡൂയി സൺസ്ക്രീനാണ്. ഇതെനിക്ക് തോന്നുന്നു SPF 70+ ഉണ്ട്, PA+++ ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇവരുടെ പാക്കേജിങ്ങിന് എപ്പോഴും ഇതിൻ്റെ ബ്രാൻഡിങ്ങും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പെട്ടെന്ന് മാഞ്ഞു പോകും. ഫോക്സ്ടെയിലിൻ്റെ കുഴപ്പമാണ്, അവരുടെ പാക്കേജിങ്ങിൻ്റെ കുഴപ്പമാണ്. പക്ഷേ ഇതൊരു അടിപൊളി സൺസ്ക്രീനാണ്. ഫുൾ പ്രൊട്ടക്ഷൻ ഉണ്ട്. നമ്മുടെ അക്വലോജിക്കയിലൊക്കെ ഒരു ഫിനിഷ് ഇല്ലേ, ഒരു ചെറിയ ഷൈനുള്ള ഒരു ഫിനിഷ്, ആ ഒരു ഏകദേശം സെയിം ഫിനിഷാണ് ഈ ഒരു സൺസ്ക്രീന് നമുക്ക് തരുന്നത്. ഞാനിവിടെ ഒരു സെക്കൻഡ് ടൈം കൂടെ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാണ് അണ്ടർ മൈ ഐസ് ആൻഡ് ടെമ്പിൾസ്, നോസിലൊക്കെ. ഒറ്റയടിക്ക് ഒത്തിരി സൺസ്ക്രീനിൻ്റെ ക്വാണ്ടിറ്റി എടുത്തിട്ട് ഇട്ട് വൈറ്റ് കാസ്റ്റ് ഉണ്ടാക്കുന്നതിനെ കാട്ടിയിട്ട് ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ക്യാൻ വെയർ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് സൺസ്ക്രീൻ. ഞാനിത് ശരിക്കും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഒരു മിനിറ്റിനകത്ത് ഇതെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ലോങ് വീഡിയോ ആക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ട് സൈഡിലും ഒരു ബ്ലാക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നത്. ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. അടുത്തത് ഞാൻ ഈ ബോഡി ഷോപ്പിൻ്റെ ഷിയർ ടച്ച് എന്ന് പറയുന്ന ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് യൂസ് ചെയ്യുകയാണ്. ഇതൊരു വാട്ടർ ബേസ്ഡ് ടിൻറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ എനിക്ക് ഈ ചീക്കിൻ്റെയും മൂക്കിൻ്റെയൊക്കെ ഭാഗത്ത് ഒരു ചെറിയ ചോപ്പ് വരാറുണ്ട് സണ്ണൊക്കെ കൊള്ളാൻ നേരത്ത്. സോ ഐ ആം ട്രൈയിങ് ടു യൂസ് ദിസ് ടിൻ ടു ഹൈലൈറ്റ് ദാറ്റ് ഫീച്ചർ. എനിക്കിഷ്ടമാണ്, നല്ലൊരു ഫ്ലഷ്ഡ് ലുക്ക് എനിക്കിഷ്ടമാണ്. സോ ഐ ആം ഡൂയിങ് ദാറ്റ്. ഇഫ് യു ലൈക്ക് ബെനറ്റിൻറ്റ്, ഇത് ഒരു സിമിലർ പ്രോഡക്റ്റാണ്, റിയലി നൈസ്. എമ വാട്സൻ്റെ ഒരു വീഡിയോക്കകത്ത് പുള്ളിക്കാരി ബോഡി ഷോപ്പിൻ്റെ ടിൻസ് യൂസ് ചെയ്യുന്നത് ഞാൻ കേട്ടു. പക്ഷെ ഞാൻ വാങ്ങിച്ചതിന് ശേഷം കേട്ടോ ഈ വീഡിയോ കേട്ടത്. ഇറ്റ്സ് ആക്ച്വലി എ റിയലി ഗുഡ് പ്രോഡക്റ്റ്. എൻ്റെ ഡെയിലി മേക്കപ്പിൻ്റെ പ്രത്യേകത, നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ ഇടുന്നത് തുടച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. മേക്കപ്പ് ഇട്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടില്ല. അപ്പം ഒരു ടിഷ്യൂ വച്ചിട്ട് ആ ടിൻറ്റ് വൈപ്പ് ചെയ്ത് കളഞ്ഞു. നൗ ഇറ്റ് ലുക്സ് മോർ നാച്ചുറൽ. അതിനുശേഷം ഈ പാക്കിൻ്റെ ഐബ്രോ പൊമേഡ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് പീകം ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ പണ്ടത്തെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ സാധാരണ ഒരു ഐ ഷാഡോ ഒക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ദിസ് പൊമേഡ് ഈസ് ഗുഡ്. ഐ വിൽ ഡു എ ഡീറ്റെയിൽ വീഡിയോ. പിന്നെ നമ്മുടെ ഗുഡ് ഓൾഡ് ഡാസ്ലറിൻ്റെ ഐലൈനർ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ വിഗ് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഡീറ്റെയിൽഡായിട്ട് ലൈനറൊന്നും വരയ്ക്കുന്നില്ല, ഇത്ര മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ ഏതൊരു ഇന്ത്യൻ വെയർ ആണെങ്കിലും പൊട്ടില്ലാതെ അതൊരു അപൂർണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. മേ ബി എനിക്ക് പൊട്ടിടാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടുള്ള എക്സ്ക്യൂസും ആയിരിക്കാം. പക്ഷേ പൊട്ട് ഇസ് ദ ഫൈനൽ ടച്ച്. ആദ്യം റെഡ് ഇടാമെന്ന് വിചാരിച്ചു, പിന്നെ ബ്ലാക്ക് ഇടാമെന്ന് വിചാരിച്ചു. കാരണം ദുപ്പട്ടയും ലെഗിൻസും ഒക്കെ ബ്ലാക്ക് ആണല്ലോ. അപ്പം നമ്മൾ പൊട്ട് വെച്ചു. ഇപ്പോൾ ഒരാശ്വാസം. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്ന പെർഫ്യൂം. ഞാൻ വാരൻ സ്വീറ്റിൻ്റെ പൊമഗ്രാനേറ്റ് പാഷൻ പെർഫ്യൂമാണ്. ഇത് ഒരു അഫോർഡബിൾ റേഞ്ച്, ഒരു 600 സംതിങ് റേഞ്ചിൽ വരുന്ന പെർഫ്യൂമാണ്. പക്ഷേ ഇറ്റ്സ് സോ ഗുഡ്. ഞാൻ നാട്ടിലെ പോത്തീസിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് കാണുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക. ഇറ്റ് വിൽ ആക്ച്വലി ബി എ ഗുഡ് പർച്ചേസ്. അതിനുശേഷം കമ്മലിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞില്ല ഞാൻ എന്തിനാണ് ഈ ഇറങ്ങുന്നത്. ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. സോ പ്രാക്ടീസ് സെഷൻസ് നടക്കുകയാണ് ഡാൻസിൻ്റെ ഒരു പെർഫോമൻസിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെഡി ആയത്. ഇനി നമുക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകാൻ നേരത്ത് നമ്മൾ ദുപ്പട്ട ഇടുന്ന ഒരു പ്രത്യേക സ്റ്റൈലിലാണല്ലോ. അപ്പം ഞാൻ ഇവിടുന്ന് തന്നെ ഇതൊക്കെ റെഡി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും പ്രാക്ടീസിന് റെഡി ആയിട്ടിരിക്കും. സോ ഐ എം പിന്നിങ് മൈ ദുപ്പട്ട. അങ്ങനെ 2 പിന്നൊക്കെ കുത്തി ബാക്കിൽ ഒന്ന് കെട്ടി നമ്മൾ ദുപ്പട്ട സെക്യൂർ ചെയ്തു. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റേയിങ് വിത്ത് മീ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലത്തെ കോണ്ടന്റ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.